ശനിയാഴ്ച വൈകുന്നേരം പാപനാശം കിളിത്തട്ടുമുക്കിന് സമീപമായിരുന്നു സംഭവം. തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശികളായ യുവതിക്കും രണ്ട് സുഹൃത്തുക്കൾക്കും നേരെ വാഹനം തട്ടിയെന്നാരോപിച്ചായിരുന്നു ഒരു സംഘത്തിന്റെ അതിക്രമം. മറ്റൊരു വാഹനത്തിലെത്തിയ യുവാക്കൾ ഇവർ സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി. തുടർന്ന് കാറിൽ നിന്നിറങ്ങിയ അക്രമി സംഘം മുൻസീറ്റിലിരുന്ന യുവതിക്കും ഒപ്പമുണ്ടായിരുന്ന യുവാക്കൾക്കും നേരെ അസഭ്യം പറഞ്ഞു. യുവതിയുടെ കയ്യിൽ ബലമായി പിടിച്ച് കാറിനുള്ളിൽ നിന്ന് വലിച്ചിറക്കാൻ ശ്രമിച്ചതായും പരാതിയിൽ പറയുന്നു. ഞങ്ങള് വർക്കല ബീച്ചിലേക്ക് ഞാനും എന്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പുറത്തു പോകുന്ന സമയത്ത് പെട്ടെന്നൊരു വണ്ടി വന്ന് ഫ്രണ്ടില് ചവിട്ടി. അവര് പെട്ടെന്ന് വന്ന് ചവിട്ടി. നമ്മൾ സഡൻ ബ്രേക്ക് ഇട്ട് എന്റെ മടിയിൽ ഒരു ഡോഗ് ഉണ്ടായിരുന്നു, അവളും വന്ന് താഴെ വീണു. ഭയങ്കരമായിട്ട് റഷായി. ഉടനെ അവര് ചാടി ഇറങ്ങി. 2-3 പൈമാരെ കണ്ടുള്ളത്. ഇവര് ചാടി ഇറങ്ങി വന്ന് ആദ്യം ഫുള്ള് മിററിൽ ഫുള്ളായിട്ട് അടിച്ചു. ഫ്രണ്ടിൽ റിയർ മിററിൽ ആദ്യം അടിച്ചു. പിന്നെ ഇവിടേക്ക് വന്ന് ചുമ്മാ ഇട്ട് അടിക്കുന്നു, ബോണറ്റിൽ അടിക്കുന്നു. നേരിൽ അത് ഒരു പയ്യൻ വന്നിട്ട് നേരെ ഇതിന്റെ അകത്ത് എന്റെ സൈഡിൽ വന്നിട്ട് ആ ഗ്ലാസ് ഞാൻ പാതി ഡോഗുള്ളോണ്ട് പാതി തുറന്നിട്ടേക്കുവായിരുന്നു. അത് അതിൽ കൂടെ കൈയിട്ട് എന്റെ കൈ കയറി പിടിച്ചു വലിച്ചു. എന്തൊക്കെയോ ഒരു വൃത്തികെട്ട കുറെ ചീത്തയും വിളിച്ചിട്ട് ഇറങ്ങടി അങ്ങനെ പറഞ്ഞിട്ട് ചീത്ത വിളിച്ചു. അന്നേരം കൊണ്ട് തന്നെ ഞാൻ മിറർ പൊക്കി. അപ്പൊ പിന്നെ അവന്മാർ ഈ സൈഡിൽ വന്നു, ഡ്രൈവറിന്റെ സൈഡിൽ വന്നിട്ട് അവിടെയും ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്കറിയില്ല, ഭയങ്കര. എന്നിട്ട് അവര് പറയുന്നത് വെച്ചാൽ അവര് ലോക്കലാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ്. അപ്പൊ നമുക്ക് ആർക്കൂടെ വർക്കല വരണ്ടേ? അവന്മാർക്ക് മാത്രം ഇവിടെ വന്ന് ജീവിച്ചാൽ മതി. ഇവന്മാർക്ക് ഇപ്പൊ ടൂറിസ്റ്റ് സ്പോട്ടാണ്, നമുക്ക് വേറെ ആർക്കൂടെ വരണ്ട, അവന്മാർക്ക് ഇവിടെ വന്നാൽ മതി. ഓൾസോ ഞാൻ ചോദിച്ചതാണ്, എടാ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും പ്രോബ്ലം ആരുമായിട്ടെങ്കിൽ അവര് പറയുന്ന നമ്മൾ ഒരച്ചിട്ട് പോയി, അവരുടെ വണ്ടിയിൽ ഒരച്ചിട്ട് പോയി എങ്കിൽ പിന്നെ ഞാനിവിടെ ഉള്ള ഒരു വണ്ടിയാണ്, ഉറപ്പായിട്ടും ഞാൻ ഇവിടെ വണ്ടി നിർത്താൻ പറയും. യുവതിയുടെയും സുഹൃത്തുക്കളുടെയും ബഹളം കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയതോടെയാണ് അക്രമികൾ പിൻവാങ്ങിയത്. നാട്ടുകാർ ഉടൻ തന്നെ വർക്കല പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സംഭവസ്ഥലത്തെത്തിയ പോലീസ് ഇരുവിഭാഗത്തെയും കസ്റ്റഡിയിലെടുത്തു. യുവതിയെ അസഭ്യം പറഞ്ഞതിനും അതിക്രമം കാട്ടിയതിനും യുവാക്കൾക്കെതിരെ വർക്കല പോലീസ് കേസെടുത്തിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.